വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് എന്ന വാക്ക് ശരിയല്ല. പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തു വന്നത് കേരള വിഷൻ ന്യൂസിലൂടെ ആയിരുന്നു. ജൂലൈ 13 കേരള വിഷൻ ന്യൂസ് കൃത്യമായി രാത്രി 10 മണിയോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി നീട്ടി എന്ന സൂചന, നീട്ടി എന്നുള്ള ഔദ്യോഗികമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ ജൂലൈ 13 കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അന്നേ തന്നെ ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അത് പുറത്തു വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് യമനിൽ ഒരു വിഭാഗം ആളുകൾ ഈ വധശിക്ഷ ആഗ്രഹിക്കുന്നു. ഈ വധശിക്ഷ നടപ്പാക്കുന്നത്, പരസ്യമായി നടപ്പാക്കുന്നത് കാണുന്നതിന് വേണ്ടി അവിടെ തമ്പടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആ രീതിയിലുള്ള വലിയ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടാകുമ്പോൾ അതിന് സമാന്തരമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രയാസമുണ്ടായിരുന്നു. ജൂലൈ 13 കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത പുറത്തുവിടുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി നീട്ടി എന്നുള്ള വാർത്ത കൃത്യമായിട്ട് പുറത്തുവിടുന്നു. അത് പുറത്തുവിടുന്നത് അവിടുത്തെ യമനിലെ ജേക്കബ് ചെറുവള്ളിൽ എന്ന വ്യവസായ പ്രമുഖൻ ഗോത്രവർഗ അധികാരികളടക്കമുള്ളവരുമായിട്ടും മറ്റും ഇടപെട്ടുകൊണ്ടും, ഒപ്പം തന്നെ തനിക്ക് യമനിൽ ഇന്ത്യയുടെ എംബസി ഇല്ലാത്ത ഇടത്ത് ലേബർ തൊഴിലാളികളെ കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നൽകിയിരിക്കുന്ന പരോക്ഷമായിട്ടുള്ള അധികാരം അടക്കമുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെയും അനുഭവ സമ്പത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ആ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജേക്കബ് ചെറുവള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണ പ്രകാരമാണ് ജൂലൈ 13 തന്നെ കേരള വിഷൻ ന്യൂസ് നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി നീട്ടി, ജൂലൈ 16 എന്നുള്ള തീയതി നീട്ടി എന്നുള്ള വാർത്ത നൽകുന്നത്. ജൂലൈ 14 ആണ് സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് ഈ വാർത്ത വരുന്നത്. സുപ്രീം കോടതിയോട് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചത് ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്ക് ഇടപെടുന്നതിന് പല രീതിയിലുള്ള പരിമിതികളുണ്ട് എന്നാണ്. അതിനുശേഷം, അതായത് ജൂലൈ 13 കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത പുറത്തുവിടുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി എന്നുള്ള വാർത്ത പുറത്തുവിടുന്നു. ജൂലൈ 14 ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുന്നു. സുപ്രീം കോടതി പിന്നീട് പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളിയാഴ്ച ഇത് ഫയലിൽ സ്വീകരിക്കുമെന്ന്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ജൂലൈ 18 അപ്പോൾ ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനിരിക്കെ ജൂലൈ 18 ഈ ഹർജി ഫയൽ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വധശിക്ഷ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതിക്ക് പോലും അറിയാമായിരുന്നോ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ്. കാരണം അത് മരവിപ്പിക്കപ്പെട്ടു, പക്ഷേ മരവിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വന്നാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യമനിൽ ഈ വധശിക്ഷ പൊതുസ്ഥലത്ത് നടപ്പാക്കുന്നത് കാണുന്നതിന് വേണ്ടി ആൾക്കൂട്ടം തമ്പടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത് ഒരു വലിയ പ്രതിഷേധമായിട്ട് മാറാൻ പാടില്ല, അതേസമയത്ത് വധശിക്ഷ മരവിപ്പിക്കപ്പെടണം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സിക്യൂഷൻ നടപ്പാക്കുന്നത് കാണുന്നതിന് വേണ്ടി നിരവധി പേർ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്ന രീതിയിലേക്ക് വരുന്നത്. കേരള വിഷൻ ന്യൂസ് അത് ജൂലൈ 13 റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ഇന്നലെ തന്നെ വരേണ്ടതായിരുന്നു. വാസ്തവത്തിൽ ഇന്നലെ തന്നെ വരുന്നതിനും തടസ്സമായത് ഇന്നലെ അടക്കം യമന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈ എക്സിക്യൂഷൻ നടപ്പാക്കുമെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അതിന് പരിസര പ്രദേശങ്ങളിൽ ലോഡ്ജിലൊക്കെ മുറിയെടുത്ത് തമ്പടിക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ അതിനെ കൂടി അതിലംഘിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ദിവസം സംഭവിച്ചിരിക്കുന്ന കാര്യം, യമനിലെ സുപ്രീം കോടതിയിലെ പ്രോസിക്യൂഷനിൽ നിന്ന് ജയിലിലേക്കുള്ള ഒഫീഷ്യൽ സസ്പെൻഷൻ ലെറ്റർ ഇന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വധശിക്ഷ സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഇന്നാണ് ജയിലിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പല തലങ്ങളിൽ പല വ്യാവസായിക വാണിജ്യ പ്രമുഖരുടെ ഇടപെടൽ, മത സാമുദായിക അധികാരികളുടെ ഇടപെടൽ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത് അവസാനം ഈ പറഞ്ഞ രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അർജുന.